പിണറായി വിജയനോട് ഒരു വലിയ അപേക്ഷയുണ്ട്. ഒരു കാരണവശാലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് അങ്ങ് ആ യോഗത്തിൽ, ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഏതാഘോഷ പരിപാടിയിൽ? വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവ് SNDPയുടെ തലപ്പത്ത് 30 വർഷം തികയ്ക്കുന്നതിൻ്റെ ആഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ പങ്കെടുക്കരുത്. എന്തുകൊണ്ട്? തൊട്ടുകൂടാത്തോർ, തീണ്ടിക്കൂടാത്തോർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്നു പറഞ്ഞ് പന്തലിച്ച് നടന്നിരുന്ന ഒരു സാമുദായിക അന്തരീക്ഷമുണ്ടായിരുന്നു ഈ നാട്ടിൽ. നിങ്ങൾ ഒരാളെ കണ്ടാൽ, ഒരാളെ തൊട്ടാൽ, അവരെ നിങ്ങളുടെ പൊതുവഴിയിൽ അവർ വന്നാൽ, നിങ്ങളുടെ ക്ഷേത്രത്തിൽ അവർ പ്രവേശിച്ചാൽ, അങ്ങനെ കീഴ്ജാതിക്കാരെ മുഴുവൻ അരികുവൽക്കരിച്ചിരുന്ന, ആട്ടിയോടിച്ചിരുന്ന കാലത്ത് ഈ നാട്ടിലെ സാംസ്കാരിക സാമുദായിക കൂട്ടായ്മകൾ നവോത്ഥാനം എന്ന പേരിൽ ഇങ്ങനെ ആ നാടിനെ രക്ഷിക്കാനിറങ്ങിയപ്പോൾ ആ കൂട്ടായ്മയുടെ ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു ഈഴവ സംഘടനകൾ, ഈഴവർ, SNDPയും എല്ലാം. അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മതസ്പർദ്ധയാണ്. മാൻഹോളിലിറങ്ങി രക്ഷിച്ച നൗഷാദിന് നേർക്ക് വിദ്വേഷം, രാജ്യസഭയിൽ മുസ്ലിങ്ങൾക്ക് അംഗത്വം കൂടുന്നു എന്ന് പറയുന്നതിൽ വർഗീയത, അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു വലിയ രാജ്യമാണ്, സാമുദായിക ഭൂരിപക്ഷമുള്ള മറ്റൊരുവൻ്റെ നാടാണത്. അവിടെ ഈഴവർ ശ്വാസം മുട്ടുന്നു ജീവിക്കാൻ, വീണ്ടും വർഗീയത തുപ്പുന്നു. PC ജോർജിനെ പോലെ വെള്ളാപ്പള്ളി നടേശനും ഈ നാട്ടിൽ എന്നുള്ളതാണ്. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന പിണറായി, അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ 4 വോട്ടിന് വേണ്ടി കഴിഞ്ഞ 2021 ഈഴവരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് ആ വോട്ടിന് വേണ്ടി CPIഎമ്മിൻ്റെ പിണറായി എന്ന് പറയുന്ന ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ സമ്മേളനത്തിന് പോയാൽ വളരെ മോശമായ ഒരു സന്ദേശമായിരിക്കും ഈ നാടിന് കൊടുക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനും നല്ലത് ഈ നാടിലെ വർഗീയതയ്ക്കെതിരെ, ഈ നാടിൽ മതവിദ്വേഷം തുപ്പുന്നതിനെതിരെ CPഎമ്മിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ, ഈ കേരള മണ്ണിൻ്റെ നായകനെന്ന രീതിയിൽ ആ സമ്മേളനത്തിൽ നിങ്ങൾ പോവാതിരുന്നാൽ ആ കൊടുക്കുന്ന സന്ദേശമുണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും വലിയ സന്ദേശം ഈ നാടിലേക്ക് നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്നതിൽ ഒരു സംശയമില്ല. ഇനി നടേശനോട് കുറച്ച് കാര്യങ്ങൾ. രാജ്യസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം കൂടുന്നു എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു ശബ്ദവുമാകാൻ പറ്റാതെ പോകുന്ന ഒരു സമുദായത്തിന് 3 or 4 രാജ്യസഭാ MP-മാർ വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യകത തന്നെയാണ്. നാട് ഭരിക്കുന്ന BJP, RSS സംഘപരിവാർ സംഘത്തിൽ ലോകസഭയിൽ മുസ്ലിം സമുദായത്തിന് ഒരു MP പോലുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഘടകകക്ഷികൾ, ബാക്കിയുള്ള രാജ്യത്തെ പ്രധാന പാർട്ടികളെല്ലാം മുസ്ലിം സമുദായത്തിന് MP-മാരെ വാഗ്ദാനം ചെയ്യും. കാരണം ആ സമുദായത്തിന് വേണ്ടി, ആ ന്യൂനപക്ഷത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി നിയമം സംഘടിക്കുന്ന, നിയമം നിർമ്മാണം നടക്കുന്ന സഭകളിലേക്ക് അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി രാജ്യസഭാ MP-മാരെ, ലോകസഭാ MP-മാരെ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കും. അതിന് ഒന്നും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മലപ്പുറം എന്ന് പറയുന്ന ഒരു നാട്ടിലെ വർഗീയത നിങ്ങളിങ്ങനെ പറയുമ്പോൾ ആ നാട് ഒരിക്കലും അതിനെ സ്വീകരിക്കില്ല എന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് CPM കുറച്ച് നാളുകളായി കാണിച്ചു വരുന്ന BJPയോട് ഒരു മൃദു സമീപനം പോലെ PC ജോർജിനെ മടിച്ച് അറസ്റ്റ് ചെയ്ത്, പേരിന് അറസ്റ്റ് നാടകം കളിച്ച് ആശുപത്രിയിൽ 2 ദിവസം കിടത്തി വിട്ടയച്ച ഒരു പ്രഹസനം, അതുപോലെ ഇത്രയും വലിയ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ ആഘോഷ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എഴുന്നള്ളുക, ഇതെല്ലാം ഈ നാടിന് കൊടുക്കുന്നത് വളരെ തെറ്റായ സന്ദേശമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.